ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് പാർട്ടാണ്, നമ്മുടെ ഗാർഡൻ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് കാണിക്കുന്നത്. കുറച്ചും കൂടി ഇതേ ഉള്ളൂ, ഒരുപാട് ലാഗിങ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് ഭാഗങ്ങളാക്കിയത്. അപ്പോൾ ഫസ്റ്റ് ഭാഗം കാണാത്തവർ കാണുക. എൻ്റെ കുറച്ച് ഇലച്ചെടികളും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് പൂക്കളും ഒക്കെയാണ് കാണിക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമ്മുടെ പൂക്കളെ വീഡിയോ ആവശ്യപ്പെട്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാനൊരു 41 പൂക്കൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് കുറച്ചും കൂടി വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചു. പല ഘട്ടങ്ങളിലായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി ഇതിനകത്ത് ക്ലബ് ചെയ്യാണ്. അപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരു അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ശരിക്കും ഞാനിതൊരു വണ്ടാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ നന്ദ്യാർവട്ടത്തിലെ പൂക്കളെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കിളി, വളരെ മൈന്യൂട്ടായിട്ടുള്ള കിളി, ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ ഫോണുള്ളത് കാരണം എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ഈ ഒരു കിളിയുടെ പേര് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. അത്രയും മൈന്യൂട്ടാണ്, ഒരു വണ്ടൊക്കെ പോലെ ആണ് അതിൻ്റെ ഒരു ഇത് കേട്ടോ. പക്ഷെ അത് നമുക്ക് മര്യാദയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതങ്ങനെ പറന്ന് അങ്ങനെ പോയിട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മൾ ആദ്യം ചെയ്ത ഒരു വെർട്ടിക്കൽ ഗാർഡൻ്റെ ഒരു ഏരിയയാണ്. താഴെ ഒരു പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നമ്മളൊരു ചട്ടിയിൽ കുറച്ച് കാക്കാപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്ന് വിത്ത് വീണിട്ട്, ഈ മഴക്കാല സമയത്ത് വിത്ത് വീണിട്ട് നിറച്ചും കാക്കാപ്പൂവാണ്. നിങ്ങൾ അത്രയും തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ നീറ്റപ്പോൾ ഒരു ദിവസം വലിയൊരു ചേരേനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടിട്ടോ. അപ്പോൾ അതിനുശേഷം പേടിയായി. അപ്പോൾ എല്ലാം കൂടിയും എടുത്ത് ഒരു ചട്ടിയിലൊക്കെ ആക്കി, കുറച്ച് ചട്ടികളിലൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പം പെട്ടെന്ന് ചട്ടിയിലേക്ക് മാറ്റിയപ്പം അതിനൊക്കെ ഒരു വാട്ടം കുടുങ്ങിയപ്പോൾ ഞാനെല്ലാം തണലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഉള്ളത് അഡീനിയമാണ് കേട്ടോ. അഡീനിയം കളക്ഷൻസ് ആണ്. അതിന് മുമ്പ് ഞാൻ കുറച്ച് റോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മഴയൊക്കെ പെയ്തപ്പം അഡീനിയമൊക്കെ വല്ലാതെ ശോഷിച്ചൊരവസ്ഥയിലേക്കായിരുന്നു വന്നത്. പക്ഷേ ഇപ്പം എല്ലാത്തിലും മൊട്ടുകളുണ്ട്. അപ്പം ഇപ്പോൾ ഒരു പൂവിടുന്നൊരു സീസണാണ്. അപ്പം ഇപ്പോൾ കണ്ടില്ല, നിങ്ങൾ കണ്ടില്ല, ഇതൊരു ഡബിൾ പെറ്റലായിട്ടുള്ളൊരു അഡീനിയമാണ്. അതിൻ്റെ പേര് റോസ് ക്രൗൺ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു വെർട്ടിക്കൽ ഗാർഡൻ്റെ ഒരു ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ. ഇപ്പം ജസ്റ്റ് റീപോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നമ്മൾ മെക്സിക്കൻ പെറ്റൂണിയാസൊക്കെ. അപ്പം അതൊരു ഏരിയയിലുണ്ട്. അപ്പോൾ ഒരുപാട് പൂക്കളൊന്നും അതിലുണ്ടായിട്ടില്ല. ഉണ്ടായ സമയത്ത് ഞാൻ ഒരുപാട് വീഡിയോ എടുത്തിട്ട് ഓൾറെഡി മുമ്പ് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ ഞാനത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, എലമാൻഡ മോസ്റ്റ് കോമൺ ആണ്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ പുതിയതായിട്ട് പല കളേഴ്സും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ തൊടിയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഒരുപാട് വ്യൂ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ജസ്റ്റ് ആ പൂക്കൾ ഉണ്ടായപ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് എടുത്ത് വെച്ചതെന്നുള്ളൂ. പിന്നെ റോസിൻ്റെ ഒരുപാട് കളക്ഷൻസ് കയ്യിലുണ്ട്. പിന്നെ നമ്മുടെ തെച്ചീൻ്റെ കാര്യം പിന്നെ പറയണ്ട. ഞാൻ വല്ലാതെ വലുതാവാൻ സമ്മതിക്കാറില്ല. എല്ലാം ഇങ്ങനെ ഹൈറ്റ് കുറച്ച് കട്ട് ചെയ്ത് ട്രിം ഓഫ് ചെയ്ത് വെക്കും. ഒരുപാട് ഫെർട്ടിലൈസേഷൻ ഒന്നും കൊടുക്കാതെ തന്നെ ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട്. 6 മാസം കൂടുമ്പോൾ മാത്രം കുറച്ചൊരു ഫെർട്ടിലൈസേഷൻ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴും, അതായത് ഒരു കമ്പ് തന്നെ ഇഷ്ടം പോലെ പൂക്കൾ നമുക്ക് കാണാൻ പറ്റും. പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അത് പൂക്കൾ ഇടുന്നതെന്ന്. പക്ഷേ ഇതൊരൊറ്റ കമ്പിലാണ് ഇങ്ങനെ തട്ടായിട്ട് ഒരു 4-5 തട്ടോളം ഉണ്ടാകും ഒരൊറ്റത്തിൽ തന്നെ. അപ്പോൾ നല്ല വെയിറ്റും ഉണ്ടാകും. അപ്പോൾ അത്രയും മനോഹരമാണ് നമ്മുടെ തെച്ചിയുടെ കാര്യം. അപ്പോൾ ഇത് വേര് പിടിപ്പിച്ചൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ ഒന്ന് കണ്ട് ചെക്ക് ചെയ്യാം. 10 മണീൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പം ഒരു ഘട്ടം കഴിഞ്ഞ് ഞാൻ വീണ്ടും റീപോർട്ട് ചെയ്താണ്. ഇഷ്ടം പോലെ പൂക്കൾ ഇതുപോലെ തന്നു. പക്ഷേ ഇപ്പോൾ അതിന് ക്ഷീണമായി. ഇപ്പം വയ്യ. ഇനിയിപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ ട്രിം ഓഫ് ചെയ്തിട്ട് വീണ്ടും മാറ്റി കുഴിച്ചിടണം. അപ്പം ഇതാണ് നമ്മൾ എലമാൻഡൻ്റെ വേറൊരു ഷെയ്ഡ്. നല്ല ഭംഗിയാട്ടോ ഈ ഒരു കളർ. ഒരു ക്രീമും പിന്നെ അതിൻ്റെ അകത്തൊരു വയലറ്റ് ഷെയ്ഡും വരുന്നുണ്ട്. അപ്പം ഇതും ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു പൂവാണ്. വളരെ ചെറിയ പ്ലാന്റ് തന്നെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇതും ഡബിൾ പെറ്റലാണ് കേട്ടോ. നേരത്തെ കാണിച്ചും ഡബിൾ പെറ്റൽ തന്നെയാണ്. ഇതും വേറൊരു വെറൈറ്റിയാണ്. ഇത് നേരത്തെ കാണിച്ചതല്ല. ഇതും കുറച്ചും കൂടി ഒരു വേറൊരു ഷെയ്ഡായിട്ടുള്ള ഡബിൾ പെറ്റലാണ്. പിന്നെ നമ്മളെ മുല്ലപ്പൂവിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, എന്തൊരു സ്മെല്ലാണെന്നറിയാം. അടിപൊളിയാണ്. ഇത് ഒരുപാടൊന്നും പൂവിട്ടിട്ടില്ല, കുറച്ചുള്ളത് ഞാൻ കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ കാശിത്തുമ്പ കേട്ടോ. കാശിത്തുമ്പൻ്റെ വേറൊരു ഷെയ്ഡും ഉണ്ടായിരുന്നു, ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പോയി കേട്ടോ. ആ മഴയത്തൊക്കെ കേടായിപ്പോയി. ആകെ കൂടെ ഇപ്പോൾ ഇതാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് പെൻറ്റാസ് ആണ്. പെൻറ്റാസിൻ്റെ വൈറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡും പിന്നെ ഒരു വയലറ്റ് ഷെയ്ഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ ഇപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി, പക്ഷേ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വിങ്ക ചെടികൾ, നമ്മൾ ശവന്നാറി ചെടികളെ കാണാൻ പറ്റും. അതിൻ്റെ ഒരുപാട് കളേഴ്സ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡ് ഉണ്ട്. അത് നല്ല രസമാണ് കേട്ടോ. നിറയെ പൂക്കളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ, വേര് പിടിപ്പിക്കുന്നതൊക്കെ ഞാൻ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാൻ. ഇപ്പോൾ ഇത് നോക്കിക്കാൻ നല്ല അടിപൊളിയായിട്ടില്ല. ഇതൊരു ലില്ലിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഇത്. ഞാൻ ഇതുവരെ ഇങ്ങനൊരു ലില്ലി പൂവിനെ കണ്ടിട്ടില്ല. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ലില്ലി തന്നെയാണ്. ഇത് നമ്മുടെ ആ ഒരു കോർണർ സ്പേസിൽ ഒരുപാട് എണ്ണം പൂവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റി. ഇതിൻ്റെ ഒരു പിങ്കും എൻ്റെ കയ്യിലുണ്ട്.
പിന്നെ ഇത് നമ്മൾ ആമ്പല എന്നും 2 പൂക്കൾ ഉണ്ടാകും. അതായത് ഇതിപ്പോൾ ഒരു വയലറ്റ് ഷെയ്ഡ്, പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡും ഉണ്ട്. അങ്ങനെ 3 കളേഴ്സാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. എന്നും രാവിലെ നീറ്റാലും നമുക്ക് 1-2 പൂക്കൾ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഒരുപാട് പേര് ആമ്പലയുടെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെയ്യാം കേട്ടോ. എന്തായാലും ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലുമേറിയ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഇതൊക്കെ ഞാൻ 41 പൂക്കളിൽ കാണിച്ചിട്ട്, അപ്പോൾ ഒരുപാട് സമയം അതിന് ചിലവഴിക്കേണ്ട. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ വരുന്ന കുറച്ച് പൂക്കൾ. മെക്സിക്കൻ പെറ്റൂണിയ ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ പല വീഡിയോസിലായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണിക്കാത്തത് മാത്രം ഒന്ന് മെല്ലേക്ക് കാണിക്കാം. പിന്നെ ഇത് റെഡ് ജെട്രോപ്പ, ഇതും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ചെറിയ കമ്പ് ഇതുപോലെ കുത്തി പിടിപ്പിച്ചിട്ട് ഉണ്ടായിട്ടുള്ള പൂവാണ്. അപ്പം അതും വളരെ മനോഹരമായിട്ടുള്ളൊരു പൂവാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ മൊത്തം ചട്ടികളിൽ തന്നെയാണ് പൂക്കൾ വെച്ചിട്ടുള്ളത്. ചെമ്പരത്തി, അതുപോലെ തന്നെ റോസ്, പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് 2-3 ചെടികൾ, പിന്നെ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഒക്കെയാണ് ഈ ഒരു ഏരിയൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. 4 മണി പൂവും വിത്ത് വീണ് മുളച്ച് ഇഷ്ടം പോലെ പൂക്കളും തരും. എന്നും ഉണ്ടാകും പൂക്കൾ 5 മണിയോടുകൂടി. 4 മണിയല്ല, 5 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ അത് വരുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ ഫ്ലവർ കാണാൻ ഒരു പിങ്ക് ഫ്ലവർ ആണ്. അപ്പോൾ ഇതിൻ്റെ പേര് ചൈനീസ് ഫ്രഞ്ച് ഫ്ലവർ എന്നാണ്, ലോറോ പെറ്റാലം എന്നൊക്കെ പറയും. ഇതിൻ്റെ ലീവ്സും വളരെയധികം പ്രത്യേകത ഉള്ളൊരു ചെടിയാണ്. പിന്നെ ഇത് നമ്മളെ അരിപ്പൂവ് മൊത്തം മഴയിൽ പോയതായിരുന്നു. ഇതായിരുന്നു അതിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജ്. അപ്പോൾ ഒക്കെ ഇപ്പോൾ നീളിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് കട്ടൊക്കെ ചെയ്ത് ട്രിം ഓഫ് ചെയ്യണം. അപ്പോൾ അത് പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇനി നെക്സ്റ്റ് നമ്മുടെ ചെമ്പരത്തിയാണ്. ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഈ ഒരു ഏരിയയിൽ. ചട്ടിയിൽ ഞാൻ ഹൈബ്രിഡ് മൊത്തം ഈ ഒരു ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. 2-3 എണ്ണം മാത്രം തൊടിയിൽ വെച്ചു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് അതിൻ്റെ ഒരു ചേഞ്ച് എന്ന്. ചട്ടിയിൽ വെക്കുന്നതാണോ കുറച്ചും കൂടി ബെറ്റർ തൊടിയിൽ വെക്കുന്നത്. തൊടിയിലാകുമ്പം 1-2 ഫ്ലവേഴ്സ് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഈ ചട്ടിയിൽ വെക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് വളവും കാര്യങ്ങളൊക്കെ അതിൽ ഒലിച്ചൊന്നും പോയില്ലല്ലോ, അതിൽ തന്നെയല്ലേ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം നന്നായിട്ട് വളരെ മനോഹരമായിട്ട് വലിയ പൂക്കളാണ് ഉണ്ടാവുന്നത്. തൊടിയിലും ഉണ്ടാവുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊക്കെ ഇപ്പോൾ തൊടിയിലുള്ളത്. പക്ഷേ ഒറ്റ പൂക്കളേ ഉള്ളൂ. അപ്പോൾ അതാണ് ഒരു ചേഞ്ച് എനിക്ക് തോന്നിയത്. പിന്നെ ഇതൊക്കെ കുറേ മുമ്പേ ഉള്ള പൂവാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു 41 പൂക്കളിൽ. ഹൈബ്രിഡ് ചെമ്പരത്തി വേര് പിടിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ ഒരു കമൻറ്റിൽ ഞാൻ കണ്ടു. അപ്പം സുഖമായിട്ട് വേര് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ, ഒരു കുഴപ്പമില്ല. ചെറിയ തളിര് കമ്പ് എടുത്തിട്ട് കുത്തിയിട്ടാൽ മതി. പിന്നെ ഇത് വളരെ നല്ലൊരു ഇതാണ്. നിങ്ങൾക്ക് അതെന്താണെന്ന് പറയാൻ പറ്റുമോ? ഇത് നമ്മുടെ ഫാഷൻ ഫ്ലോറ എന്ന് പറഞ്ഞിട്ടൊരു പൂച്ചെടിയാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ പടർത്താൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. പടർന്ന് കഴിഞ്ഞ് ഉണ്ടായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്. നിറയെ പൂക്കളുണ്ടായിരുന്നു. അന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. വേറൊരു സെക്ഷനായിരുന്നു ഇത്, വേറൊരു ഏരിയയിലായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ പിടിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടേക്ക് വെച്ചതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്. പിന്നെ ഇത് ഒരു വിൻ്റർ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നത് ഇതിൻ്റെ പേര്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നിങ്ങൾക്ക് അറിയുന്നവരെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇത് ഏതാണ് പ്ലാന്റ് എന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് ചെറിയൊരു കഷ്ണം കമ്പാണ്, അതിലൊക്കെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മുടെ റോസ് എന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കളർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം കളറ്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇത് പോയതായിരുന്നു കേട്ടോ. ചെടി മൊത്തം പോയതായിരുന്നു. ഇത് ബഡ് തന്നെയാണ്, പക്ഷേ അതിപ്പം ജീവിച്ച് വരുന്നതെന്ന് പറയണം. അപ്പോൾ അതിൽ പൂവ് 2 ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ റോസ് കളക്ഷൻസ് ആണ്. എല്ലാം ഡിഫറെൻ്റ് ആണ് കേട്ടോ. എല്ലാം കുറച്ച് ഷെയ്ഡ് വ്യത്യാസങ്ങളും നല്ല വലിയ പൂക്കളും പിന്നെ ഇങ്ങനെ ഒറ്റ ഇതളായിട്ടുള്ള പൂക്കളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ റോസ് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ റോസിൻ്റെ പല വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അതിലൊക്കെ ഞാൻ റോസിൻ്റെ എല്ലാ കെയറിങ് ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇതിൽ മഞ്ഞ കളർ ഇലകളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നമ്മൾ ട്രിം ഓഫ് ചെയ്ത് വെച്ചാലേ നമുക്കിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. റോസ് അത്യാവശ്യം മെയിൻ്റനൻസ് ഉള്ളൊരു ചെടിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മെയിൻ്റനൻസ് പറഞ്ഞാൽ അതിൻ്റെ പൂക്കൾ ഇടുന്നത് കാണാൻ തന്നെയാണ് ഏറ്റവും നല്ല ഒരു കാര്യം. നമ്മുടെ റോസൊക്കെ ആദ്യം ഈ ഒരു ഏരിയ, ദാറ്റ് ഈസ് വെർട്ടിക്കൽ ഗാർഡൻ്റെ ഒരു ഏരിയയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഒക്കെ ഷിഫ്റ്റ് ചെയ്തു ഒക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അഡീനിയമാണ് ഇപ്പം ഈ ഒരു ഏരിയയിലുള്ളതെന്ന്. അപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പൂക്കൾ ഉണ്ടാവാനുള്ള മെയിൻ റീസൺ അതിൻ്റെ പൊസിഷനാണ്. നമ്മൾ എവിടെയാണോ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിറയെ പൂക്കൾ കിട്ടാൻ നമ്മൾ എവിടെയാണോ അതിനെ വെക്കണത് അതിലാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. ഇതും ഒരു ടൈപ്പ് ലില്ലി തന്നെയാണ്. കന്ന എന്നാണ് ഇതിൻ്റെ ഒരു പേര്. ഇതിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡും കയ്യിലുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡും കയ്യിലുണ്ട്. പിന്നെ നമ്മുടെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെക്ഷൻ പൂക്കൾ. അപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുക.
ഞാൻ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് മടിയായിരിക്കും ഈ ചെടികളൊക്കെ എടുത്ത് ഷിഫ്റ്റ് ചെയ്യാൻ, പ്രത്യേകിച്ചും വെയിറ്റുള്ള ചട്ടികളൊക്കെ. അപ്പോൾ അതിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആദ്യമൊക്കെ ഞാൻ വലിയ ചട്ടിയിലൊക്കെ ആയിരുന്നു കേട്ടോ ഈ റോസൊക്കെ വെച്ചിട്ടുള്ളത്. പക്ഷേ അത് പിടിച്ച് പൊന്തിക്കാൻ ഇപ്പോൾ ഞാനിപ്പോൾ ഓരോരോ ഏരിയ ആയിട്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ തനിയൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ പിടിച്ച് പൊന്തിക്കണം. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു മീഡിയം സൈസ് പോട്ട് വാങ്ങിക്കുക. ഇത്ര ചെറുത് വേണ്ട, ഇത് വളരെ ചെറുതായിപ്പോയി, ഇതൊക്കെ എനിക്ക് മാറ്റണം ഇനി എന്തായാലും. പക്ഷേ ഒരു മീഡിയം സൈസ്, അതായത് നമുക്ക് പൊന്തിക്കാൻ പറ്റുന്ന, പിന്നെ ഫുള്ള് മണ്ണ് നിറച്ചോളണമെന്നില്ല, ഒരു 3/4 ഭാഗം മണ്ണ് മതി, നല്ല റിച്ച് ആയിട്ടുള്ള മണ്ണ് മാത്രം ആക്കിയാൽ മതി, അത് മതി. ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടില്ലേ വളരെ ചെറിയ പോട്ടിൽ തന്നെ ഇഷ്ടം പോലെ റോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വലിയ പോട്ടിലൊന്നല്ല കാര്യം കിടക്കുന്നത്. നമ്മൾ എന്ത് മണ്ണാണോ, നമ്മൾ എന്ത് ഫെർട്ടിലൈസേഷനാണോ, എത്ര നമ്മൾ അതിനെ നോക്കുന്നുണ്ട്, അതിലൊക്കെയാണ് കാര്യം. പിന്നെ ഈ ഒരു റോസ് കണ്ടില്ലേ, നേരത്തെ മാറിപ്പോയിട്ടോ, അതിൽ കണ്ടില്ലേ 2 കളേഴ്സ്, ഒരു കമ്പിൽ തന്നെ 2 കളേഴ്സ്. അപ്പോൾ ഈ ഒരു കളക്ഷൻസ് കളക്ട് ചെയ്യുന്നതാണ് ഇപ്പം മെയിനായിട്ടുള്ള ഹോബി കേട്ടോ, പുതിയ വെറൈറ്റീസ് കളക്ട് ചെയ്യാം. അപ്പോൾ അത് കാണാൻ തന്നെ ശരിക്കും നല്ല ഭംഗിയാണ്. അതിൻ്റെ മെയിൻ്റനൻസ് പുറകിൽ നല്ല അത്യാവശ്യം കഷ്ടപ്പാടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ചട്ടിയൊക്കെ എടുത്ത് മാറ്റിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, അതൊക്കെയാണ് അതിൻ്റെ മെയിൻ്റനൻസ്. പിന്നെ ഇത് നമ്മൾ ടെക്കോമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇത് വീട്ടിലുണ്ടെങ്കിൽ നിറയെ പൈസ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേൾക്കാം കേട്ടോ. എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പല കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ട്, അതിൻ്റെയൊക്കെ പിന്നെ അതിൻ്റെ മിനിയേച്ചറൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് വേര് പിടിപ്പിക്കുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോൺ മെമ്മറി ഫുള്ളായി. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അതിന് വേര് വരുന്നതെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ആദ്യമേ ഉള്ള കുറേ കാലങ്ങളായിട്ടുള്ള റോസാണ്. പിന്നെ ഇത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മളെ നാടൻ പെറ്റൂണിയ, മെക്സിക്കൻ അല്ല, നീളിച്ചിട്ടുള്ള നല്ല നീളമുള്ളൊരു പെറ്റൂണിയാണത് നമ്മൾ നേരത്തെ കണ്ട്. അപ്പം റോസ് സെക്ഷൻസ് നിങ്ങൾക്ക് കണ്ട് മടുത്തോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടോ, ഇതൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ കനകാംബരാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ളൊരു വ്യൂ എന്ന് പറയുകയാണെങ്കിൽ. നിറയെ റോസാപ്പൂക്കൾ തന്നെയാണ് ഈ ഒരു ഏരിയൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ കുറച്ച് ചെടികളും കൂടി ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ കുറച്ച് ഒരു അരളി ഞാൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ടെക്കോമേൻ്റെ ഒരു യെല്ലോ ആണ്. ഇതൊരു മിനിയേച്ചറാണ്. ഇതിൻ്റെ വലിയൊരു മരം തറവാട്ടിലുണ്ട് കേട്ടോ. നല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതിൻ്റെ വലുത്. ഇത് ശരിക്കും മിനിയേച്ചർ, അധികം ഹൈറ്റ് വെക്കില്ല തോന്നുന്നു. ഇതിങ്ങനെ ചെറുതായിട്ടും കൊണ്ട് ഇങ്ങനെ സ്പ്രെഡായിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഇതും ഒരു ടെക്കോമ, ഒരു യെല്ലോ, ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇത് കണ്ടില്ല, ഒരു ട്രംപറ്റ് വൈൻ പോലത്തെ ഷേപ്പാണ്. ഇതിൻ്റെ ഒരു പിങ്കും ഉണ്ട് എൻ്റെ കയ്യിൽ. അടുത്തൊരു ചെടി എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ സ്ലെൻഡർ ഷാർ എന്നാണ് ഇതിൻ്റെ ഒരു പേര്. ഈ പേരിൽ വല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താണ് യെല്ലോ സ്റ്റാർ എന്നൊക്കെ പറയുന്നുണ്ട്, ഗോൾഡ് ഷാർ എന്നൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പേരുകൾ ഇതിനുണ്ട്. അപ്പം നല്ല ഭംഗിയാണ്. എപ്പോഴും പൂക്കളുണ്ടാകും, എപ്പോഴും വളരെ ചെറിയ ചെടിയാണ്, പക്ഷേ എപ്പോഴും പൂക്കളുണ്ടാകും. അടുത്തതാണ് ഞാൻ പറഞ്ഞ നമ്മളെ പിങ്ക് ട്രംപറ്റ് വൈൻ. അതും നമ്മളൊരു ടെക്കോമാൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. പക്ഷേ ഇതെന്ന് കണ്ടില്ല, ഇത് നമ്മളെ നീളിച്ച് പോവാണ് കേട്ടോ. ഒരു ട്രെയിലിംഗ് ടൈപ്പ് ആണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. കുറച്ചും കൂടി ചെടി വലുതായാലേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ബുഷ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്താലും വീണ്ടും അതിങ്ങനെ ട്രെയിലിംഗ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങനെ പടർന്ന് പിടിച്ച് മേലേക്ക് കയറും. അപ്പോൾ അത് കൊലയായിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു കളർ പറയുകയാണെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ ഒരു ഡാർക്ക് പിങ്കും പുറമെ ഒരു ട്രംപറ്റ് ഷേപ്പ് പോലത്തെ ഒരു വൈൻ തന്നെയാണിത്. ഇത് നമ്മൾ തെച്ചി, പിന്നെ ഒരു ജമന്തിൻ്റെ തൈ ഞാനിതാ ഇപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. തെച്ചി കണ്ടില്ല, ഇതൊരു വെറൈറ്റി തെച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ആദ്യമായിട്ടുള്ളത്. അപ്പോൾ അത് പൂവൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കമ്പൊക്കെ പൊട്ടിച്ച് കട്ട് ചെയ്തിട്ട് ഒരു ഇതിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ച ടെക്കോമ തന്നെയാണ്. ഒക്കെ വേറെ ചെറിയ വെറൈറ്റീസ് ആണ് കേട്ടോ. ചെറിയ ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ട്. ഇതൊരൊറ്റ ചെടി, അത് നേരത്തെ കണ്ടതിലും വേറെ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പൂക്കൾക്ക് കുറച്ചും കൂടിയും ഒരു വ്യത്യാസമുണ്ട്. ഇനി അടുത്ത് കാണിക്കുമ്പോൾ നമ്മൾ മെലസ്റ്റോമേൻ്റെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷേ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. നമ്മൾ മെലസ്റ്റോമേൻ്റെ ഈ ഒരു ഷെയ്ഡും ഉണ്ട്, എൻ്റെ അടുത്ത് വൈറ്റ് ഷെയ്ഡും ഉണ്ട്. അപ്പം അതും വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ കാണാത്തവരെന്തായാലും ആ വീഡിയോ കാണുകയാണ്. വൈറ്റ് ഞാനിങ്ങനെ മണ്ണിലാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നല്ല അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഇത് തന്നെ ഇപ്പോൾ ഓവറായി, ഒരുപാട് നേരമായി. അപ്പം അത് കാരണം ഒരുപാട് ഇനി ലാഗ് ചെയ്യിക്കേണ്ട വിചാരിച്ചു. അപ്പോൾ ഇതാണ്. പിന്നെ നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോവും ഉണ്ട് ആ ഒരു ഏരിയയിൽ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അതായത് എൻ്റെ വീട് കോഴിക്കോടാണ് കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ ഒരു ചെറിയൊരു സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എൻക്വയറീസ് ആയി വരുന്നു. അപ്പം ചെറിയ രീതിയിൽ ഓൺലൈനായിട്ട് ഇപ്പം ജസ്റ്റ് ബിഗിൻ ചെയ്തിട്ടില്ല, എന്തായാലും ചെയ്യൂ കേട്ടോ. അപ്പം ചെയ്യുമ്പം ഞാൻ അതും അറിയിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് പ്ലാൻസ് നമ്മളെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് നമ്മളെന്തായാലും തരുന്നതാണ്. അപ്പം ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് അയച്ചാൽ മതി.
അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇത് മരമാണ് കേട്ടോ, ഒരു ബിയർ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരമാണ്. അപ്പം ആദ്യത്തെ കായയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.